അയ്യോ, കൊന്നുകളയും ഞാൻ. മോളെ, നമ്മള് വീട്ടു തടങ്കലിലാണെന്നുള്ള കാര്യം ഉടൻ തന്നെ സമൃദ്ധ മേഡത്തിനെ രാജീവ് സാറിനെ അറിയിക്കണ്ടേ? എങ്ങനെ അറിയിക്കാനാ അമ്മേ? നമ്മുടെ ഫോൺ പോലും പിടിച്ചു വാങ്ങി വെച്ചിരിക്കല്ലേ ആ പിശാചുകള്. എങ്ങനെയെങ്കിലും പുറത്ത് ചാടെന്ന് വിചാരിച്ച ചുറ്റിലും ക്യാമറകളാ. നമ്മൾ വാതിൽ തുറക്കുന്ന ആ നിമിഷം അവന്തിക വിവരം അറിയും. കാവൽപ്പട്ടി മൂർത്തി പുറത്തുണ്ടാകും. നമ്മൾ ഇതിനകത്ത് ജീവനോടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും അവരെ അറിയിച്ചേ പറ്റൂ. ആ രാജീവ് സാർ പോലീസല്ലേ, അയാളെ വിചാരിച്ച നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലേ? അത്ര പെട്ടെന്നൊന്നും ഇവര് നമ്മളെ കൊല്ലില്ലമ്മേ. കൊല്ലാനായിരുന്നെങ്കിൽ ഇതിനകം അച്ഛനെ കൊന്ന പോലെ 2 വെടിയുണ്ട ഉണ്ട് നമ്മുടെ കാര്യവും അവന്തിക അങ്ങ് തീർത്തേനെ. പിന്നെ എന്തിനാ നമ്മളെ അവള് ജീവനോടെ ഇങ്ങനെ വെച്ചിരിക്കുന്നേ? നമ്മളെ കൊണ്ട് അവൾക്കിനി എന്ത് ഗുണമുള്ളത്? കേസിന്റെ പിന്നില് നമ്മളാണോന്ന് അവൾക്ക് സംശയമുണ്ട്. ഇപ്പോഴും അവർക്ക് നമ്മളെ സംശയമുള്ളൂ അമ്മേ. സുഗതമേനോൻ കൊണ്ടുവന്ന കേസിന് പിന്നിലുള്ള നമ്മുടെ പങ്ക് എന്താണെന്ന് അവന്തികയ്ക്ക് ഇനിയും അറിയില്ല. സുഗതമേനോനെ കുറിച്ചും കാര്യമായ വിവരമൊന്നും കിട്ടിയിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പോ നമ്മുടെ കയ്യിൽ നിന്നും ആ വിവരങ്ങൾ കിട്ടുന്നത് വരെ അവര് നമ്മളൊന്നും ചെയ്യില്ല. നമ്മളെ തല്ലിക്കൊന്നാലും നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒറ്റ കൊടുക്കാൻ പാടില്ല. രാജീവ് സാറിനെ കുറിച്ചും സമൃദ്ധ മേഡത്തെക്കുറിച്ചും ഒരു വാക്ക് പോലും നമ്മൾ മിണ്ടരുത്. അവരെ കുറിച്ച് മാത്രമല്ല അമ്മേ, ഈ കേസിനെ കുറിച്ചും നമുക്ക് ഒന്നും അറിയില്ല എന്ന നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്തായാലും നമുക്ക് സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ എത്തണ്ടേ? അപ്പൊ അവന്തിക എല്ലാ വിവരങ്ങളും അറിയില്ലേ? കോടതിയിലെത്തിയ പിന്നെ നമ്മൾ എന്തിനാ അവന്തിക്കെ പേടിക്കുന്നേ? നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് കോടതിയിൽ പറഞ്ഞ കോടതി നമുക്ക് പ്രൊട്ടക്ഷൻ തരും. പിന്നീട് നമ്മൾ ഒന്നും ചെയ്യാനുള്ള ധൈര്യം അവന്തിക്ക് ഉണ്ടാകില്ല. നീ ഒരു കാര്യം ചെയ്യേ, എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി ആ ഫോണൊന്ന് എടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി നോക്കാം. വേണ്ടമ്മേ, ഞാൻ തന്നെ പോകാം. അയ്യോ, എന്താടി, രക്ഷപ്പെടാൻ നോക്കാണോ? നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? പോരുത് നീ. അയ്യോ, എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ, അവളെ ഒന്നും ചെയ്യല്ലേ. വിട്, എന്റെ മോളെ വിട്, അവളെ ഒന്നും ചെയ്യല്ലേ, അവളെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, വിട് വിട് അവന്തിക, എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ, അവളെ വിട് വിട്. നീക്ക് എന്താ കരുതിയത്? എന്നെ ചതിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്നോ? രണ്ടിനെ കൊന്നുകളയും ഞാൻ. അയ്യോ, അവളെ ഒന്നും ചെയ്യല്ലേ അവന്തിക. എന്റെ കമ്പനി കയറി രഹസ്യങ്ങൾ മോഷ്ടിച്ചിട്ട് രക്ഷപ്പെടാന്ന് നീ വിചാരിച്ചോ? ഈ ഉണക്ക തള്ളയും കൂട്ടി അതിനാണോ നീ വന്നത്? ഒന്നും ചെയ്യല്ലേ, ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യം മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ വന്നതല്ല. വിശ്വസിക്കെങ്കിൽ വിശ്വസിക്കേ.
പൊന്നു മോളെ, അമ്മായി നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയാണ് അമ്മാവനെ കൊന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. പിന്നെങ്ങനാ സുഗതം മേനോൻ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന കേസിൽ നിങ്ങൾ രണ്ടുപേരും സാക്ഷികളായത്? ഈ കേസിലെ നിങ്ങളുടെ റോൾ എന്താ? ആരാ അയാള്? അയാളാണോ ഈ വേഷം കെട്ടിച്ച് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഞങ്ങൾ ആരും വേഷം കെട്ടിച്ചിട്ടില്ല. കേസിൽ ആരെങ്കിലും ഞങ്ങളെ സാക്ഷിയാക്കിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞാനും എന്റെ മോളും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറഞ്ഞ രണ്ടിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. പിന്നെ എന്തിനാ തള്ളേ കോടതിയിൽ നിന്ന് സാക്ഷി വിസ്താരത്തിന് നിങ്ങൾക്ക് സമൻസ് അയച്ചത്? സമൻസോ? അതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. നിനക്കും നിന്റെ തള്ളയ്ക്കും എല്ലാം അറിയാം. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവാണെന്ന് പറയല്ലേ മോളെ. ഗതിയില്ലാതെ കയറി വന്ന് ഞങ്ങൾക്ക് ആഹാരവും താമസിക്കാൻ സ്ഥലവും തന്നത് മോളാ. ആരും എന്തോ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംശയിക്കില്ലേ മോളെ? ദേ പ്രായം കൂടിപ്പോയതുകൊണ്ടേ ഈ കൈ കൊണ്ട് നിങ്ങളെ ഞാൻ തല്ലുന്നില്ല. പക്ഷേ മൂർത്തി, അയ്യോ, കൊന്നുകളയും ഞാൻ. ദേ 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങക്ക് തരും. സത്യം പറയണോ അതോ മരിക്കണോന്ന് നിങ്ങൾ തീരുമാനിക്ക്. വാ. അമ്മ, 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 എഴുന്നേക്ക്.